അനന്തു കൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. ഒട്ടുമിക്ക ജില്ലകളിലും തട്ടിപ്പിൽ പരാതിയുമായി നൂറുകണക്കിന് ആളുകൾ രംഗത്തെത്തുകയാണ്. തട്ടിപ്പു കഥകൾ പുറത്തു വരുന്നതിനിടെ പ്രതി അനന്തു കൃഷ്ണന്റെ ആഡംബര വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. പാതിവിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ. ജില്ലകൾ തോറും 10,000-ങ്ങളാണ് മോഹന വാഗ്ദാനങ്ങളിൽ കുരുങ്ങിയത്. കണ്ണൂരിൽ മാത്രം 2500-ഓളം പരാതികൾ. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖലയെത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുൻപും അനന്തു കൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടെന്ന് തുറന്നു പറയുകയാണ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ്. അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിലെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്ക് ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയാണ് കൂടുതൽ പേരും തട്ടിപ്പിന് ഇരകളായത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിന് ഇരയായവരുടെ തീരുമാനം. ഇതിനിടെ അനന്തു കൃഷ്ണന്റെ പേരിലുള്ള മുഴുവൻ അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. 19 അക്കൗണ്ടുകളിലേക്കാണ് പണമെത്തിയത്. അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിപുലമായ പ്രാദേശിക നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ജനപ്രതിനിധികളടക്കം സാമൂഹിക അംഗീകാരമുള്ളവരെയെല്ലാം പ്രചരണത്തിനായി പ്രയോജനപ്പെടുത്തി. അനന്തു കൃഷ്ണന്റെ ഒരക്കൗണ്ടിൽ മാത്രം എത്തിയത് 400 കോടി. സംസ്ഥാനം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ തട്ടിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.